പത്തനംതിട്ട സീറ്റ് മോഹിച്ച് ബി.ജെ.പിയിലെത്തിയ പി.സി. ജോർജിനും മകനും തിരിച്ചടി. സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യമില്ലായ്മയും വെള്ളാപ്പള്ളിയുടെ നിലപാടുമാണ് ജോർജിന് വിനയായത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയാകുന്നതോടെ എ.കെ. ആന്റണി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇടത് വലത് മുന്നണികളിൽ കയറിക്കൂടാമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെയാണ് പി.സി. ജോർജ് ബി.ജെ.പി. പാളയത്തിലെത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ദേശീയ നേതൃത്വം വഴിയായിരുന്നു ജോർജും മകനും ബി.ജെ.പിയിൽ ചേർന്നത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ജോർജ് ബി.ജെ.പിക്ക് മുന്നിൽ വെച്ച പ്രധാന ആവശ്യം. ഈ നീക്കത്തിന് തടയിടാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തുഷാർ വഴി വെള്ളാപ്പള്ളിയുടെ സഹായവും തേടി. അവസാന നിമിഷം വരെ പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ജോർജിന്റെ പ്രതീക്ഷ. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്തായിരുന്നു ജോർജിന്റെ സ്ഥാനം. ഇതിനോടുള്ള ജോർജിന്റെ എതിർപ്പ് വാക്കുകളിലും പ്രകടമാണ്. തീർച്ചയായും ഈ അനിൽ ആന്റണി ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗതികൾ പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണമെന്നാണ്. അദ്ദേഹത്തിന് ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. നിലവിൽ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ അനിലിനെ മത്സരിപ്പിക്കാൻ ബി.ജെ.പി. തീരുമാനിക്കുകയായിരുന്നു. അനിൽ മത്സരിക്കാൻ എത്തുന്നതോടെ എ.കെ. ആന്റണി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.